ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CP ഷിഹാബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് CP ഷിഹാബ് എന്ന് പറയുന്ന ആള്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന് ആദ്യം ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തിന്റെ ചില ശാരീരിക പരിമിതികൾ കാരണമായിരിക്കാം നമ്മൾ ആദ്യം അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ വീഡിയോകൾ കാണുമ്പോൾ അദ്ദേഹത്തിന് അടുത്തറിയുമ്പോൾ ഒരുപാട് നമുക്ക് വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നന്നായിട്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹം സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ആ പരിമിതികൾ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ വളരെ വെല്ലുവിളിയോടുകൂടെ കണ്ടിട്ട് അദ്ദേഹം മുന്നേറുന്ന ഒരു അവസ്ഥ, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന കുറെ കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് വളരെ ബഹുമാനം തോന്നുന്ന അല്ലെങ്കിൽ റെസ്പെക്റ്റോടുകൂടെ നമ്മൾ ഓർക്കുന്ന ഒരു വ്യക്തിയായിട്ട്, പിന്നെ അദ്ദേഹത്തിന്റെ പരിമിതികൾക്ക് അപ്പുറം നമ്മൾ അദ്ദേഹത്തിനെ ഒരു ബഹുമാനിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത്രയൊരു നല്ല സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തിത്വമാണ് CP ഷിഹാബ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ വൈഫ്, അതേപോലെ അദ്ദേഹത്തിന്റെ ഒരു മോള്, ഇതാണ് അദ്ദേഹത്തിന്റെ ലോകം. അദ്ദേഹം ചെയ്യുന്ന വീഡിയോസും അതും അനുബന്ധിച്ചുള്ള കുറെ വീഡിയോസ്, അദ്ദേഹം വീട്ടിൽ ഡേ ഇൻ മൈ ലൈഫ്, അദ്ദേഹം ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വീഡിയോ ആയിട്ടും ഇടാറുണ്ട്. ഇപ്പൊ കുറെ ആയിട്ട് ഇത് ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം, നമ്മളെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്ന ആളുകളെയൊക്കെ നമുക്കറിയാലോ. എല്ലാവരും ഇങ്ങനെ നോക്കി അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഇവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഇവ എങ്ങനെയാ ജീവിക്കുക, അങ്ങനെയൊക്കെ എപ്പോഴും പറയുന്നവരായിരിക്കും. അപ്പോൾ ഒരു 6-7 വർഷം മുൻപ് അദ്ദേഹത്തിന്റെ വിവാഹം നടക്കുന്ന സമയത്ത് എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടിയാണ് ആ വിവാഹം കാണുന്നത്. കാരണം ഒരു 10-18 വയസ്സുള്ള പെൺകുട്ടി അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നു. അവരുടെ ലൈഫ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അവർ, അങ്ങനെ നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് ആളുകളൊക്കെ വളരെ ക്യൂരിയസ് ഉള്ളവർ, അതിനെക്കുറിച്ച് കമന്റ് ഇടുന്നവരും ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ അവരത് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്നു, അവർ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നു, അവർക്ക് വളരെ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു, അവർക്കൊരു മോൾ ഉണ്ടാവുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അവരുടെ ലൈഫ് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാലും ആളുകളുടെ മനസ്സിൽ എപ്പോഴും വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അങ്ങനെയാ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ, അവരുടെ കുട്ടിയെക്കുറിച്ച് ഉള്ള കമന്റുകൾ, അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ അവർ റിയാക്ട് ചെയ്തൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ഗിന്നസ് പക്രു ചേട്ടനെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ വൈഫിനെ കുറിച്ച്, അവരുടെ ഫാമിലിനെ കുറിച്ച്, ആ സ്ത്രീ അങ്ങനെ കല്യാണം കഴിച്ചൂലേ, അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ചൊക്കെ വളരെ നെഗറ്റീവായിട്ട് പറയുക, നെഗറ്റീവായിട്ട് കമന്റ് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ പല കമന്റുകളും അദ്ദേഹത്തിന് വരുമ്പോൾ അദ്ദേഹം അതിനെതിരെ വളരെ പക്വതയോടുകൂടെ പ്രതികരിക്കുക, സംസാരിക്കുക ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷത്തോടെ പോകാൻ പറ്റുന്ന അത്രയും കാലം വരെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതിലെന്തെങ്കിലും പറ്റില്ല എന്ന് തോന്നിയാൽ, ആ സന്തോഷം എന്നും ഒരുപോലെ ഇല്ല തോന്നുകയാണെങ്കിൽ ഞങ്ങൾ സ്വന്തം സമ്മതപ്രകാരം പിരിയും എന്നൊക്കെയുള്ള പോലെ അവർ വിവാഹം കഴിഞ്ഞ സമയത്ത് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് അന്ന് 18 വയസ്സ് തികയുന്നേ ഉള്ളൂ. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം തന്നെയാണ് പ്രപ്പോസ് ചെയ്ത്. ആ കുട്ടി പിന്നെ വിവാഹത്തിന് ഇഷ്ടപ്പെടുന്നു, വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നു, വീട്ടുകാരെ എതിർക്കുന്നു, എന്നിട്ടും ആ വിവാഹം നടക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അത് പോയിട്ടാണ് ഇവർ വിവാഹ ജീവിതം തുടങ്ങുന്നത്. എന്നിട്ട് ഏകദേശം 7 വർഷം കഴിഞ്ഞു പോയി. ഇപ്പൊ ഒരു 1.5 വർഷത്തോളമായിട്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോസിലൊന്നും ഈ പെൺകുട്ടി വരാറില്ല, അദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ ഒരു 1.5 വർഷം 2 വർഷത്തിനടുത്ത് അങ്ങനെ കടന്നു പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകള് അയ്യോ അവരെന്താ അങ്ങനെ ഒന്നിച്ചില്ലാത്തത്, അവര് പിരിഞ്ഞോ, ഇത്തരം ചോദ്യങ്ങളൊക്കെ എപ്പോഴും നിരന്തരമായിട്ട് കമന്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് തന്നെ ഇതിനെ നമുക്ക് വെറുതെ ഒരു അങ്ങനത്തെ രീതിയിൽ ചിന്തിപ്പിക്കുന്ന വിധത്തിലുള്ള ചില വീഡിയോസ്, അദ്ദേഹം വേറെ ചില പെൺകുട്ടികളുടെ കൂടെയുള്ള റീൽസ്, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ട് ഒക്കെ പാടുന്ന റീൽസ്, അത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പാഷൻ കൊണ്ട് ചെയ്യുന്ന ഒരു റീൽസ് ആയിരിക്കാം. പക്ഷെ എന്നും ഭാര്യയുമായി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വീഡിയോസിലൊന്നും ഭാര്യ ഇല്ലാതെയാവുന്നു, എന്നിട്ട് അദ്ദേഹം വേറെ സ്ത്രീകളുടെ കൂടെ വീഡിയോസ് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ വളരെ നെഗറ്റീവായിട്ടും മോശമായിട്ടുള്ള കമന്റുകളൊക്കെ ഇടാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ 1.5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വരികയാണ്. ഞങ്ങൾ ഡിവോഴ്സ് ആയോ എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹവും വേറൊരു പെൺകുട്ടി, അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പലപ്പോഴും വരാറുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയും കൂടി ഇരുന്നിട്ട് ഒരു ഇന്റർവ്യൂ പോലെയാണ് ആ വീഡിയോ വന്നത്. ആ വീഡിയോ ഞാൻ ആദ്യം കാണുമ്പോൾ വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന് വേറെ ഏതോ ചാനലിലുള്ള ഒരു പെൺകുട്ടി ഇന്റർവ്യൂ ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടത്. പക്ഷെ പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ ചാനൽ തന്നെയാണ് ഇന്റർവ്യൂ വന്നതെന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ആ കുട്ടി ചോദിക്കുന്നു, നിങ്ങളെ വൈഫിനെ നിങ്ങളെ ചാനലിൽ കാണാത്തത് എന്താന്ന് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം അതിന് പറയുന്ന മറുപടി, ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ
ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മോള് ഏറ്റവും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെയുണ്ട്. വൈഫും മോളെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എൻഗേജ്ഡാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് ഒന്നുമല്ല, അവിടെ ഉണ്ട്, മോളെൻ്റെ കൂടെയുണ്ട്. ആ മറുപടി ആർക്ക് കേട്ടാലും എന്താണ് ആ മറുപടി കൊണ്ട് തോന്നുക എന്നുള്ളത് വെച്ചാൽ അവർ തമ്മിൽ പിരിഞ്ഞു, ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, എന്നാൽ പിരിഞ്ഞിട്ട് ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല എന്നേ ഉള്ളൂ, എന്നാലും ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലാണ് അതിൽ അദ്ദേഹം സംസാരിക്കുന്നത്. ഞങ്ങൾ പിരിഞ്ഞാണ് താമസിക്കുന്നത്, എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, സനയുടെ എഡ്യൂക്കേഷനും പഠിപ്പും ഒക്കെ ആയിട്ട് സനയുടെ വീട്ടിലാണ് എന്നൊക്കെ ഉള്ള പോലെ ആണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഇങ്ങനെ കണ്ണു നട്ടിരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും ഇതെടുത്തിട്ട് ഷിഹാബ് ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. അതിൽ അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് പറയുന്നതെന്നേ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടാൽ തോന്നുള്ളൂ. 2 വർഷമായിട്ട് പിരിഞ്ഞിരിക്കുന്നു, ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സന്തോഷത്തോടെ പോകാൻ കഴിയുന്ന കാലം വരെ ഞങ്ങൾ ഒന്നിച്ചു പോവുള്ളൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പര ബഹുമാനത്തോടെ പിരിയും എന്നുള്ള രീതിയിൽ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ, അല്ലെങ്കിൽ അതേ രീതിയിൽ അദ്ദേഹം ഈ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ, ഇതൊക്കെ വെച്ചിട്ട് സോഷ്യൽ മീഡിയ ഒരു ഊഹത്തിലങ്ങെത്തി. ഷിഹാബ് ഡിവോഴ്സായി അത് പറഞ്ഞിട്ട് ധാരാളം വീഡിയോ വന്നു. അവിടെ ഇതിന്റെ റിയാക്ഷൻ വീഡിയോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ചാനലിലും അതിന്റെ റീച്ച് ഉണ്ടായിരിക്കും. ആളുകൾ ഇന്റർവ്യൂ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചാനലിൽ പോകും. ഇപ്പൊ കുറച്ചായിട്ട് അദ്ദേഹം കൃത്യമായിട്ട് വീഡിയോസ് ഇട്ടിരുന്നില്ല, 1 വർഷമൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് തീരെ റീച്ച് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒക്കെ വീഡിയോയ്ക്ക് 3000 10,000 ഒക്കെ റീച്ച് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചാനൽ നടത്തിയ ഇന്റർവ്യൂ വളരെ റീച്ചിലെത്തി. ഒരു 4 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ പെട്ടെന്ന് കയറുന്ന ട്രെൻഡിങ് പോലെയുള്ള ഒരു വീഡിയോ ആയിട്ട് അത് മാറും ചെയ്തു. ആ വീഡിയോ വന്നിട്ട് 3-4 ദിവസമായി. ആ വീഡിയോയെ കുറിച്ച് ഇത്രയും ആളുകൾ റിയാക്ഷൻ വീഡിയോ, അദ്ദേഹം ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം അതിനെതിരെ 4 ദിവസവും പ്രതികരിച്ചതോ ഒന്നുമില്ല. അദ്ദേഹം മിണ്ടാതിരുന്നു. അദ്ദേഹത്തിന് ആ വീഡിയോയ്ക്ക് കിട്ടുന്ന മാക്സിമം റീച്ചും കിട്ടി. അദ്ദേഹം റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തു എന്നല്ല പറയുന്നത്, പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് മുൻപ് തന്നെ ഒരു 4 ദിവസം എന്നുള്ളത് ആദ്യത്തെ റിയാക്ഷൻ വീഡിയോ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് പ്രതികരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 4 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാനായിരുന്നു ഇന്റർവ്യൂ ചെയ്തിരുന്നത്, പക്ഷെ നമുക്ക് അവിടെ എന്നോട് ഡിവോഴ്സ് ആയെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഹാപ്പിയാണ്, സന ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. റീപോസ്റ്റ് ചെയ്തിട്ട് കുറെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം വൈഫ് മെസ്സേജിൽ ചോദിച്ചു നമ്മൾ ഡിവോഴ്സ് ആയോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഈ ഡിവോഴ്സ് എന്നൊരു വേർഡ് അവിടെ കണ്ടിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ കമന്റ് ഇടുന്നുണ്ടാവുക. നിങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം, അങ്ങനെ സന്തോഷിക്കാം. ഒരുമിച്ചുണ്ട്, സന്തോഷമായിട്ട് പോകുന്നു എന്നാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാം. ഓണത്തിന് ചെയ്ത ഒരു വീഡിയോ ഞാൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് തന്നെ വലിയൊരു സങ്കടകരമായ കാര്യമാണ്. അതൊക്കെ അവിടെ ഇങ്ങനെ കേട്ട് പോകേണ്ട ചെറിയ കാര്യങ്ങളായിരുന്നു. അതൊക്കെ മിസ്ലീഡ് ചെയ്യുകയും വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുകയും ചെയ്ത എല്ലാവരോടും താങ്ക് യു. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ടേ ഇല്ല, ആ രീതിയിൽ സംസാരിച്ചിട്ടുമില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾ വെറുതെ ഊഹിച്ച് വീഡിയോ ഇട്ട നിങ്ങളൊക്കെയാണ് തെറ്റ് ചെയ്തത് എന്ന രീതിയിലാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ വീഡിയോയിൽ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്ത അതേ പെൺകുട്ടി തന്നെ ഈ വീഡിയോയിലും അദ്ദേഹത്തിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യാതിരിക്കുന്നുണ്ട്. ആ കുട്ടി ആ വീഡിയോയിൽ ഇൻവോൾവ് ആയാലും ഇത്രയൊരു വിവാദം വന്ന വിഷയത്തിൽ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലും വരാം എന്നുള്ള രീതിയിൽ വന്ന പോലെയാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹം വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും മോശമായ സംസാരങ്ങളൊന്നും ഉണ്ടാവാറില്ല. അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ഡിവോഴ്സായി അല്ലെങ്കിൽ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം സോഷ്യൽ മീഡിയ നിങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ലീഗലി ഡിവോഴ്സ് ആവാനുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടല്ലോ എന്ന് വ്യാഖ്യാനിക്കുന്ന മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളൊന്നുമല്ല ഈ CP ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തി. നമുക്കറിയാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും വ്യക്തമായിട്ട് സംസാരിക്കാനും അറിയുന്ന വ്യക്തി തന്നെയാണ്. ഇത്രയും വർഷം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ എങ്ങനെ ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നു അറിയാവുകയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നിട്ടും അദ്ദേഹം അങ്ങനെ ഒരു വിഡ്ഢിത്തം ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സന അവളുടെ വീട്ടിൽ പോയി നിന്നേ ഉള്ളൂ, ഞങ്ങള് പിരിഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. ഒരു വ്യക്തി ഇപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. എന്നാലും നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കേണ്ട ഒരു വൈഫ്, അദ്ദേഹത്തിന്റെ ആ ശാരീരിക അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കേണ്ട വൈഫ്, പിന്നെ അവരുടെ ഈ മോളെയും ഈ ഹസ്ബൻഡിനെയും തനിച്ചാക്കിയിട്ട് 2 വർഷത്തോളം ആ പെൺകുട്ടി സ്വന്തം വീട്ടിലാണ് പോയി നിൽക്കുന്നത് വെച്ചാല് അത്
ഒരു വെറുതെ വീട്ടിൽ വിരുന്ന് പാർക്കാൻ പോയതാണ് ആരും വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ വരികൾക്ക് ഇടയിൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പിന്നീട് ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ പ്രതികരിച്ചവർക്കെതിരെ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കെതിരെ എന്തായാലും ഒന്നും പറയാനുള്ള ഒരു വോയിസ് ഇല്ല എന്നുള്ളതാണ്. കാരണം അവർ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ വ്യാഖ്യാനിക്കുള്ളൂ, അങ്ങനെ ചെയ്യുള്ളൂ എന്ന് ഇത്രയും വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ പിരിഞ്ഞു കാണണമെന്ന് നമുക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. ഇപ്പൊ രണ്ടാമത്തെ വീഡിയോയിൽ ഷിഹാബ് പറയുന്നുണ്ട്, ഞങ്ങൾ പിരിഞ്ഞു കാണുന്നതാണ് നിങ്ങൾക്ക് സന്തോഷം, അല്ലെങ്കിൽ ആ വാർത്ത കേൾക്കുന്നതാണ് സന്തോഷം വെച്ചാൽ നിങ്ങൾ അങ്ങനെ കരുതിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ആരും വ്യാഖ്യാനിച്ചത് അവരുടെ സ്വന്തം ചിന്തയും ദുഷ്ടബുദ്ധിയും ഒന്നും വെച്ചിട്ടല്ല. അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയിൽ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് പറയാവുന്ന ഒരു കാര്യത്തിന് അദ്ദേഹം തന്നെ വളച്ചൊടിച്ച് പറഞ്ഞതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആളുകൾ ഈ രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തത്. ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, അദ്ദേഹവും ഭാര്യയുമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ ആ ഭാര്യ പഠിത്തത്തിന്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാല് അവർക്ക് സ്വാഭാവികമായിട്ടും ഈ ഭാര്യയ്ക്കും ഈ ഭർത്താവിനും കൂടെ ഒരു വീഡിയോ എടുക്കാൻ 5-10 മിനിറ്റ് മതിയായിരിക്കും. അതിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഞാനിപ്പോ പഠിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരാത്തത്, അതിന് നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഒക്കെ എന്തിനാണ് ഇങ്ങനെ ഇടുന്നതെന്ന് ഒരു വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിർത്തും നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾ. അതിന് പകരം 2 വർഷമായിട്ട് വീഡിയോയിൽ കാണിക്കാത്ത ഒരു ഭാര്യയെക്കുറിച്ച് വന്നിട്ട് ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ സനയുടെ വീട്ടിലാണ്, മോളന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നാണ് പറയുന്നത്? അദ്ദേഹം പിരിഞ്ഞു പോകണമെന്നോ ഭാര്യയായിട്ട് തെറ്റിപ്പിരിയണോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം വളരെ സന്തോഷമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം ജീവിക്കട്ടെ. അദ്ദേഹത്തിന് മോളുള്ളതാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ അത്ര സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ച് നമ്മൾ ഇത്ര കാലം കണ്ടിട്ടില്ല. കാരണം അവർ തെറ്റിപ്പിരിഞ്ഞതോ നെഗറ്റീവായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അവരുടെ കുറിച്ച് കാണുന്നില്ല. അവരെപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാനുള്ളൂ. അപ്പോൾ ഇത്തരം വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇപ്പോൾ അതിന്റെ ഇടയിൽ ഒരുപാട് പേര് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. റീച്ചിന് വേണ്ടിയിട്ടല്ല ഒന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഒരു വീഡിയോ ഇട്ടിട്ട് അത് ഫുൾ റീച്ച് ആവുന്നവരെ 4 ദിവസം കാത്തിരുന്ന് ഈ നാട്ടിലുള്ള എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും അവസാനത്തെ വ്യക്തി റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞ് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും വന്ന് അതിന്റെ ഇടയിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളും വളരെ ആശ്വസിപ്പിക്കുന്ന കമന്റുകളും അത്ഭുത കമന്റുകളും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ലക്ഷക്കണക്കിന് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പല വീഡിയോയുടെ അടിയിലും ആയി കൂട്ടി വന്നു കഴിഞ്ഞു. ഇത്രയും ജനങ്ങളെ കൊണ്ട് അഭിപ്രായം പറയിപ്പിച്ച ശേഷം അദ്ദേഹത്തിന് വന്നിട്ട് പ്രതികരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ആ വീഡിയോ ഇട്ടു, ആദ്യത്തെ വീഡിയോ റിയാക്ഷൻ വീഡിയോ വന്നു, അവർ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അദ്ദേഹത്തിന് ആ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഇടാവുന്നേ ഉള്ളൂ. അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് കേട്ടോ, ഞാൻ ഡിവോഴ്സ് ആയിട്ടൊന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ ആ സെക്കൻഡിൽ അദ്ദേഹത്തിന് ആ വീഡിയോ പ്രൈവറ്റ് ആക്കായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇപ്പോൾ വന്നിട്ട് ഈ റിയാക്ട് ചെയ്ത ആളുകളെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്തായാലും അവർ പിരിഞ്ഞിട്ടില്ലെങ്കിൽ അവർ സന്തോഷമായിട്ട് ഇനിയും ജീവിക്കട്ടെ. ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ നല്ല കുടുംബം എന്നൊക്കെ പറയുന്നത് എത്രയാണെങ്കിലും നമ്മൾ ഇപ്പോൾ വലിയ മുന്നോട്ടുള്ള ഭയങ്കര പുരോഗമനമൊക്കെ നമ്മൾ പറയിച്ചാലും ഒരു കുടുംബം എപ്പോഴും ഒന്നായിട്ട് ചേർത്ത് പിടിക്കുന്നത് കാണുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അവർ പിരിഞ്ഞിട്ടില്ലെങ്കിൽ അവർ സന്തോഷമായിട്ട് തന്നെയാണ് പിരിക്കുന്നത് വെച്ചാൽ അവർ ഇനിയും സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ളൂ. ആ കുട്ടി, അവർക്കൊരു ജീവിതം, അവരുടെ കുടുംബം അതൊക്കെ നന്നായി പോട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ളൂ. എന്തായാലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അവർ ചെയ്തൊരു വീഡിയോയിൽ വന്ന മിസ്റ്റേക്കാണത്. അപ്പോൾ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവരറിയാതെ വന്ന മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വേണമെന്ന് വെച്ച് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ആളുകൾ വരികൾക്കിടയിൽ വായിച്ചോട്ടെ എന്ന് വെച്ച് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു അത്. എന്തായാലും ഒരു പിരിയാതിരിക്കട്ടെ, ഇനി അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്താ ശരി തോന്നുന്നത് അവർ ചെയ്യട്ടെ എന്ന് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.